സഹോദരങ്ങളെ, ഈ പരിശുദ്ധമായ ഈ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. മഹാനായ സഹൽ റളിയല്ലാഹു തആല അൻഹു ഇതുപോലെ പരിശുദ്ധമായ ഈ സഫറിന്റെ ആദ്യത്തെ ഒരുമിച്ച് കൂടിയിട്ട് മഹാനായ സഹൽ റളിയല്ലാഹു അൻഹു തന്റെ പ്രിയപ്പെട്ട എല്ലാവരെയും, തന്റെ ബന്ധുക്കളെയും, തന്റെ കുടുംബക്കാരെയും, ആ നാട്ടിലുള്ള മുഴുവൻ ആളുകളെയും വിളിച്ചുകൂട്ടി. എല്ലാവരും വളരെയേറെ ആകാംക്ഷയോടെ, ആവേശത്തോടെ സഹൽ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് വന്നു. എല്ലാവരും ചോദിച്ചു, സഹലെ, ഞങ്ങളൊക്കെ ജോലിക്ക് പോകുന്നവരാണ്, ഞങ്ങളൊക്കെ മറ്റുള്ള വഴികളിലൂടെയും പല മേഖലകളിലൂടെയും ഞങ്ങൾ കടക്കുന്നവരാണ്, ഈ ഒരു സമയം ഞങ്ങളെ വിളിക്കാനുണ്ടായ കാരണം എന്താ? സഹൽ റളിയല്ലാഹു തആല അൻഹുവോടെന്ന് പറഞ്ഞു കൊടുത്ത മറുപടി, എല്ലാ ദിവസവും നിങ്ങൾ ജോലിക്ക് പോകുന്നുണ്ട്, ഞാൻ നിങ്ങൾക്കൊരു സമ്മാനം ഇന്നത്തെ ദിവസം തരുന്നു എന്ന് പറഞ്ഞാൽ അത് ആ ദിവസം മാത്രമേ ഉണ്ടാവുള്ളൂ, പിന്നെ ഒരു ദിവസത്തേക്ക് അത് ഉണ്ടാവൂല. അത് ആ ഒരു ദിവസം മാത്രമേ നിങ്ങൾക്കുണ്ടാവുകയുള്ളൂ, പിന്നെ ഒരു ദിവസത്തേക്ക് വേണ്ടി അതുണ്ടാകൂല. അതുകൊണ്ട് നിങ്ങൾ നല്ല മനസ്സ് കൊടുത്തുകൊണ്ടിരിക്കാൻ കഴിയുന്നവർ മാത്രം ഇരിക്കും, അല്ലാത്തവർ എഴുന്നേറ്റ് പൊക്കോളിൻ എന്ന് സഹൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അല്ലാത്തവര് പൊക്കോ, ആരും ഇരിക്കണ്ട. മഹാനായ സഹൽ റളിയല്ലാഹു തആല അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ ആവേശത്തോടെ, ആർജവത്തോടെ കടന്നിരിക്കുന്ന പ്രിയമുള്ളവർ വളരെ സന്തോഷകരമായിട്ട് കടന്നിരിക്കുകയാണ്. എല്ലാവരും സഹൽ റളിയല്ലാഹു അൻഹുവിന്റെ പൊൻവർണ്ണ ചുണ്ടുകളിലേക്ക് നോക്കുന്നുണ്ട്. എന്താണ് സഹൽ റളിയല്ലാഹു അൻഹു പറയാൻ പോകുന്നത്? ആവേശത്തോടെ കാത്തിരിക്കുന്ന സ്വഹാബത്തിന്റെ മുമ്പിൽ സഹൽ റളിയല്ലാഹു അൻഹു പറയുന്നു, സല്ലയോ പ്രിയമുള്ള സ്വഹാബത്തെ, ഇന്ന് നിങ്ങൾ ചെയ്യുമോ? സഹൽ റളിയല്ലാഹു അൻഹു പറയുമ്പോ പ്രിയപ്പെട്ട സ്വഹാബത്ത് ഒന്നടങ്കം പറഞ്ഞു, സഹലേ, നിങ്ങൾ പറയുന്നത് ഇന്ന് വരെ ഞങ്ങൾ കേൾക്കാതിരുന്നിട്ടില്ല. നിങ്ങൾ അത്രയും നല്ല അത്ഭുതകരമായ കാര്യങ്ങളെ പറയുള്ളൂ, അർത്ഥവത്തായ കാര്യങ്ങളെ പറയുള്ളൂ. അതുകൊണ്ട് സഹലേ, നിങ്ങൾ പറയുമോ? അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ കൊണ്ടുവരാൻ സന്നദ്ധരാണ്. സഹലങ്ങൾ പറയും, ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ഞങ്ങൾ സന്നദ്ധരാണ്. മഹാനായ സഹൽ റളിയല്ലാഹു തആല അൻഹുവിനോട് അങ്ങനെ പറയുമ്പോ മഹാനായ സഹൽ റളിയല്ലാഹു തആല അൻഹു വളരെയേറെ ആവേശത്തോടെ പറഞ്ഞു, വല്ലാഹ്, നിങ്ങൾക്കറിയുമോ സ്വഹാബ, നിങ്ങൾക്കറിയുമോ സ്വഹാബ, ഇന്നത്തെ ദിവസത്തിൽ നിങ്ങൾ സൂറത്തുൽ ളുഹാ ഓതുകയാണോ? പരിശുദ്ധരായ ഹബീബിന്റെ അടുക്കൽ നിന്ന് ഞാൻ കണ്ടിട്ടുണ്ട് ഇതുപോലെ നബി തങ്ങൾ ഓതുന്നുണ്ട്, വല്ലുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ വലസൗഫ യുഅതീക റബ്ബുക ഫതർലാ വലസൗഫ യുഅതീക റബ്ബുക ഫതർലാ വലസൗഫ യുഅതീക റബ്ബുക ഫതർലാ വലസൗഫ യുഅതീക റബ്ബുക ഫതർലാ. 7 തവണ നിങ്ങൾ ആവരായത്തിച്ച് ആവർത്തിച്ചോദണം. നിങ്ങൾ അങ്ങനെ ഏത് കാര്യമാണ് ഇന്ന് ളുഹറിന് മുമ്പ് നിങ്ങൾ ദുആ ചെയ്യാൻ കടന്നിരിക്കുന്നത്? അങ്ങനെ ദുആ ചെയ്യാൻ വേണ്ടി കടന്നിരിക്കുന്ന സമയമുണ്ടല്ലോ, ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തുകൊണ്ട് കടന്നു വരികയാണോ? നിങ്ങൾ എന്താണ് അല്ലാഹുവേ റബ്ബിനോട് പറയുന്നത്? അത് അല്ലാഹു തട്ടൂല, അല്ലാഹു സ്വീകരിക്കാതിരിക്കൂല. നിങ്ങളുടെ ആഗ്രഹം എന്താ പറഞ്ഞു? ആ ഒരു ആഗ്രഹം നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് പറയും. പക്ഷെ ഓതുമ്പോ സൂറത്തുൽ ളുഹാ ഓതുമ്പോ വലസൗഫ യുഅതീക റബ്ബുക ഫതർലാ, അത് നിങ്ങൾ ആവർത്തിച്ചോദണം. കാരണം എന്താണ്? ഇതിങ്ങനെ കേട്ടപാട് എന്റെ ഉമ്മമാര് പഠിക്കണം, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാര് പഠിക്കണം. ഇത് കേട്ടപാട് ഒരു സ്വഹാബി അവിടെ നിന്ന് പോവുകയാണ്. അല്ലാഹുവേ, പെട്ടെന്ന് ചെന്ന് ഭാര്യയോട് പറഞ്ഞു, പെണ്ണേ, മോളെ, നീ എവിടെ നിന്ന് എഴുന്നേക്കണം, നീ എവിടെ നിന്ന് നടക്കണം, നീ നടക്കുന്നത് കാണാൻ, നിന്നോടൊപ്പം ഇരിക്കുന്നത് കാണാൻ വല്ലാത്തൊരു സന്തോഷമാണ്. അങ്ങനെ ഈ പെണ്ണ് കടന്നു പോവുകയാണ്. അങ്ങനെ അവിടെ ഇദ്ദേഹം കടന്നുപോയി. എന്ത് ചോദിച്ചാലും അല്ലാഹു തരുമെന്ന് പറഞ്ഞു.
നിങ്ങളും അതുപോലെ ചെയ്തു നോക്ക്. നിങ്ങളുടെ ഈമാൻ അനുസരിച്ചാണ് അതിന്റെ പ്രതിഫലം കിട്ടുക. മഹാനായ സഹൽ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്, ഏത് വലിയ പ്രയാസങ്ങൾ വന്നാലും, ഏത് വലിയ സങ്കടങ്ങൾ വന്നാലും, ഏത് വലിയ ദുഃഖങ്ങൾ വന്നാലും സൂറത്തുൽ ളുഹാ ഓതി ദുആ ചെയ്യ്. അവിടെന്ന് കേട്ടപാട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ അരികിലേക്ക് ഓടുകയാണ്. ഇൻഷാ അല്ലാഹ് ഇത് ജീവിതത്തിന്റെ ഒരു മാതൃകയാണ്, ജീവിതത്തിന്റെ ഒരു പാഠമാണ്. തന്റെ പ്രിയപ്പെട്ടവരുടെ അരികിലേക്ക് ചെന്നിരുന്നിട്ട് തന്റെ ഭാര്യയുടെ തലയിൽ ഇങ്ങനെ തന്റെ ഭാര്യയുടെ തലയിൽ കൈവച്ചുകൊണ്ട് തടവുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, മോളെ, അള്ളാഹു എനിക്കും നിനക്കും തന്ന 2 മക്കളുണ്ടല്ലോ, ആ പൊന്നമക്കൾക്ക് നിന്റെ കൈ കൊണ്ട് ഭക്ഷണം കൊടുത്തിട്ട് എത്ര ദിവസമായി, നീ അവരെ കുളിപ്പിച്ചിട്ട് എത്ര ദിവസമായി, നീ അവരെ സന്തോഷിപ്പിച്ചിട്ട് എത്ര ദിവസമായി. എന്റെ മനസ്സിന്റെ ഏറ്റവും വലിയ വേദന, നമ്മുടെ പൊന്നുമക്കൾ നീ ഇതുപോലെ തളർന്നു കിടക്കുമ്പോ നിന്റെ അരികത്ത് വന്നിരുന്നു കൊണ്ട് കരയുമല്ലോ, അവരുമ്മ എഴുന്നേക്കണേ ഉമ്മ എന്ന് പറഞ്ഞുകൊണ്ട് കരയുമല്ലോ, എന്ന് പറഞ്ഞുകൊണ്ട് സങ്കടപ്പെടുമല്ലോ, എന്ന് പറഞ്ഞുകൊണ്ട് ദുഃഖിക്കുമല്ലോ. എന്നാൽ എന്റെ പെണ്ണേ, അവരിങ്ങനെ കരയുന്നത് കാണുമ്പോ ആരും കാണാതെ റൂമിന്റെ ഒരു ഭാഗത്ത് മാറിയിരുന്നു കൊണ്ട് കരയുന്നവനായിരുന്നു ഞാൻ. മാറിയിരുന്നു കൊണ്ട് കരഞ്ഞിട്ട് ദുആ ചെയ്യും, അല്ലാ എന്റെ കുരുന്ന മക്കളെ ഒന്നെടുക്കാൻ, അവരെ ഒന്ന് കുളിപ്പിക്കാൻ, അവർക്കൊന്ന് ഭക്ഷണം കൊടുക്കാൻ, അവരുടെ തലയിലൊന്ന് തടകാൻ, അവർക്ക് ഒരു നല്ല വസ്ത്രമൊന്ന് കഴുകി കൊടുക്കാൻ, ഒരു നല്ല ഒരു ഉമ്മയായി എന്റെ പെണ്ണിന്റെ രോഗത്തിനെ മാറ്റിക്കൊടുത്തിട്ട് ആ കൈകാലുകളുടെ തളർച്ച മാറ്റിയിട്ട്, അല്ലാഹുവേ ഈ ദിവസത്തിന്റെ ബറക്കത്ത് കൊണ്ട്, ഈ സൂറത്തിന്റെ ബറക്കത്ത് കൊണ്ട് നീ എല്ലാം മാറ്റണേ അല്ലാ. നീറുന്ന മനസ്സോടെ, നിറയുന്ന കണ്ണുകളോടെ അദ്ദേഹം മനസ്സ് പൊട്ടി റബ്ബിനോട് ദുആ ചെയ്തു, മനസ്സ് പൊട്ടി റബ്ബിനോട് ദുആ ചെയ്തു. അങ്ങനെ ദുആ ചെയ്തുകൊണ്ട് കടന്നു വരുമ്പോൾ യാ അല്ലാഹ്, അവിടുന്ന് വല്ലാത്ത സന്തോഷമാണ്, അവിടുന്ന് വല്ലാത്ത സന്തോഷമാണ്. അവിടുന്ന് ഈ പെണ്ണ് രോഗമായി കിടക്കുമ്പോ അവിടുന്ന് വേറെ ഒരു ഉമ്മ ആ വീട്ടിന്റെ ഉള്ളിലുണ്ട്. അത് ഏതാണ് ഉമ്മ എന്നറിയോ പെങ്ങളെ? അതാ നമ്മുടെ സ്വന്തം ഉമ്മയല്ല, നമ്മുടെ സ്വന്തം ഉമ്മയല്ല, പിന്നെ ആരാണ്? തന്റെ ഭർത്താവിന്റെ ഉമ്മയാണ്, ഈ മനുഷ്യന്റെ പ്രിയപ്പെട്ട ഉമ്മയാണ്. ഇദ്ദേഹം അവിടുന്ന് നല്ലതുപോലെ ഇദ്ദേഹം കാത്തിരിക്കുകയാണ്. ആര്? ഈ മകളുടെ ഭർത്താവ്, ഈ ഉമ്മ. അവിടുന്ന് ഈ ഉള്ള മകന്റെ ഭാര്യ. പക്ഷേ ഉമ്മ വീട്ടിന്റെ ഉള്ളിലുണ്ട്. ഉമ്മ അവിടുന്ന് മകന്റെ കണ്ണീര് കണ്ടിട്ട് പറയാ, മോനെ, എന്റെ പൊന്നു മോനിക്ക് ഇങ്ങനെ വന്നല്ലോ, പക്ഷേ നമ്മളവളെ കുറ്റപ്പെടുത്തരുത്. അവക്ക് രോഗം കൊടുത്തത് റബ്ബാണ്. അതുകൊണ്ട് നീ അവളെ കുറ്റപ്പെടുത്തിയാൽ നീ കുറ്റപ്പെടുത്തുന്ന നിന്റെ റബ്ബിനെയാണ്. അതുകൊണ്ട് ഒരിക്കലും നീ അവളെ കളിയാക്കരുത്, അവളെ കുറ്റപ്പെടുത്തരുത്, അവളെ ആക്ഷേപിക്കരുത്. നീ അവക്ക് വേണ്ടി ദുആ ചെയ്യ്. ആരോടാ പറയുന്ന? ഈ മരുമകള് കേൾക്കാതെ മകനോട് വന്നുകൊണ്ട് പറയുകയാണ്. അങ്ങനെ അദ്ദേഹം ദുആ ചെയ്ത് രോഗം മാറി. ആരൊക്കെയാ ദുആ ചെയ്യുന്നത്? ഒരു വേള ഇദ്ദേഹം കടന്നു പോകുമ്പോ നിസ്കരിച്ചുകൊണ്ട്, നിസ്കാരം കഴിഞ്ഞ് തന്റെ പ്രിയപ്പെട്ട ഉമ്മ, അതായത് ഭർത്താവിന്റെ ഉമ്മ ദുആരക്കുന്നു, അല്ലാഹുവേ എന്റെ മകൻ കൊണ്ടുവന്ന മകളുടെ എന്ത് രോഗമാണോ അത് മാറ്റാൻ നിനക്ക് കഴിവുണ്ട് റബ്ബേ. ഈ സൂറത്തിന്റെ ബറക്കത്ത് കൊണ്ട്, പവർ കൊണ്ട് നീ അതിനെ മാറ്റണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യുമ്പോൾ അല്ലാഹുവേ രോഗങ്ങൾ അവിടെ നിന്ന് മാറുകയാണ്. ആ പെണ്ണുമെല്ലെ എഴുന്നേൽക്കുകയാണ്, നടക്കാൻ ഒരുങ്ങുകയാണ്. അവിടെ നിന്ന് സന്തോഷത്തോടെ മുന്നോട്ട് പോവുകയാ. അവിടെ നിന്ന് ഭർത്താവിന് സന്തോഷം, മക്കൾക്ക് സന്തോഷം. കൊച്ചുകുട്ടി എപ്പോഴും എടുത്ത് കവിൾത്തടത്തിൽ മുത്തം കൊടുക്കുമ്പോ ഇത് കാണുന്ന ഭർത്താവിന്റെ ഉമ്മ ഒരു വേള പറഞ്ഞു, അൽഹംദുലില്ലാഹ്, ഇങ്ങനെ കാണാൻ പറ്റുമെന്ന് ഞങ്ങൾക്കറിവില്ലായിരുന്നു. അങ്ങനെ ഒരു വേള അവിടെ നിന്ന് ഭർത്താവിന്റെ ഉമ്മ രോഗിയായി വീടിന്റെ കത്തട്ടിൽ കിടക്കുകയാണ്. ആ സമയം നീ പെണ്ണിനോട് ഭക്ഷണം ചോദിച്ചോ, വെള്ളം ചോദിച്ചു. അവിടെ നിന്ന് പറഞ്ഞു, എനിക്കിപ്പോ സമയമില്ലല്ലോ, നിങ്ങൾക്ക് അല്പം എടുത്ത് കഴിച്ചൂടെ? വെള്ളം അവിടെ ഇരിപ്പുണ്ട്, ഭക്ഷണം അവിടെയുണ്ട്, ഒന്നെടുത്ത് കഴിക്കുമോ എന്ന് പറഞ്ഞിട്ട് പെണ്ണവിടെ നിന്ന് മാറിപ്പോയി. അപ്പോഴാണ് അവിടെ
അവിടുന്ന് ഒരു ദിവസം 2 ദിവസം 3 ദിവസമായി ഉമ്മ ഭക്ഷണം കഴിച്ചിട്ട് മകൻ അവിടുന്ന് വന്ന് ഉമ്മയോട് ചോദിച്ചു, ഉമ്മ നിങ്ങൾ ഭക്ഷണം കഴിച്ചോ? മോനെ, എനിക്ക് ഭക്ഷണത്തിനോട് വലിയ താല്പര്യമില്ല, എന്നാലും എന്റെ പൊന്നുമോളെ പോലെ നോക്കിയതല്ലേ അവളെ. ഭർത്താവിനോട് മോനോട് കുറ്റം പറയല്ല, എന്റെ പൊന്നുമോളെ പോലെ നോക്കിയതല്ലേ, എനിക്കിപ്പോഴും അവളോടൊരു വെറുപ്പില്ല. ഒരല്പം വെള്ളം തരാനേ പറഞ്ഞുള്ളൂ. അവൾ എന്തോ അവൾക്ക് സമയമില്ലാത്ത പോലെയാണെന്ന് തോന്നുന്നു. അല്ല, അവള് പാവം കുട്ടിയാണ് എന്ന് പറയുമ്പോ ഭർത്താവിന് സന്തോഷമായി. പക്ഷേ തന്റെ ഭർത്താവ് രാത്രിയിൽ ഭാര്യയോട് ചോദിച്ചു, മോളെ ഞാൻ ഒരു കാര്യം പറയാ, നിന്നെ വെറുപ്പിക്കാനല്ല, എന്റെ ഉമ്മ നിന്നെപ്പറ്റി ഒന്നും ഇന്ന് വരെ മോശമായി പറഞ്ഞിട്ടുമില്ല. മോളെ, ഞാനൊന്ന് പറഞ്ഞാ നീ കേൾക്കുമോ? എന്റെ ഉമ്മ രോഗിയാണ്, അവര് കിടക്കുകയാണ്, അവര് വയസ്സായവരാണ്. നീ അവർക്കൊരു അല്പം വെള്ളം കൊടുത്താൽ അതെത്ര മാധുര്യമാണ്. അപ്പൊ ഈ പെണ്ണ് പറഞ്ഞു, അതിനെവിടെയാ, മക്കളുണ്ട്, നിങ്ങളുണ്ട്, സമയം വേണ്ടേ, എന്നെ നീ നോക്കണ്ട, എന്റെ ഉമ്മാക്ക് വല്ലതും കൊടുക്കുമോ എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം ഫബക്കാ ബുകാഅൻ ശദീദാ, വല്ലാതങ്ങ് കരഞ്ഞു. വല്ലാതെ അങ്ങ് പൊട്ടിയങ്ങ് കരഞ്ഞു. പൊട്ടിക്കരഞ്ഞിട്ട് അവിടെ നിന്ന് പറഞ്ഞ മറുപടി അറിയോ? പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയാ, മോളെ, നീ കാല് തളർന്നപ്പോ നിനക്ക് വേണ്ടി നിന്റെ രോഗം മാറാൻ നോമ്പ് നോറ്റവരാണ് എന്റെ ഉമ്മ. പാതിരാത്രി എഴുന്നേറ്റ് ദുആ ചെയ്തവരാണ് എന്റെ ഉമ്മ. നിനക്ക് വേണ്ടി അള്ളാഹുവിനോട് മണിക്കൂറുകൾ പൊട്ടിക്കരഞ്ഞവരാ, അവരാണ് മോളെ എന്റെ ഉമ്മ. ഇത് കേട്ടപാട് രോഗിയായി കിടക്കുന്ന ഉമ്മാന്റെ അരികത്ത് പെണ്ണ് പോയി കവിൾത്തടത്തിൽ മുത്തം കൊടുത്തിട്ട് പറഞ്ഞു, ഉമ്മ എനിക്കൊന്ന് പൊരുത്തപ്പെട്ട് തരണേ ഉമ്മ. ഞാനവിടെ നിന്ന് പറഞ്ഞു വരുമ്പോ, സഹോദരങ്ങളെ, 2 പേര് സ്നേഹം കൊടുത്താൽ നമുക്ക് രക്ഷയാൻ. ഞാൻ ഇത് പറയാനുള്ള മർമ്മപ്രധാനമായ കാര്യമേതാ? ഈ ദിവസത്തിന്, ഈ സൂറത്തിന് വല്ലാത്തൊരു മഹത്വമുണ്ട്. എന്ത് ചോദിച്ചാലും അല്ലാഹു നമ്മളെ തട്ടൂല്ല, എന്ത് ചോദിച്ചാലും അല്ലാഹു നമ്മളെ കൈവടിയില്ല. അതുകൊണ്ട് സഹാബാ, ഇത് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന് നിങ്ങളെ മെച്ചപ്പെടുത്തിയാൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുന്നതാണ് സഹാബാ. നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രക്ഷയാണ്. അതുകൊണ്ട് അല്ലാഹു തആല നമ്മളെ സ്വീകരിക്കട്ടെ. അതുകൊണ്ട് ഇന്ന് ആ ദിക്ർ നിങ്ങൾ എന്നോടൊപ്പം ചൊല്ലണം. നിങ്ങൾ ആരും, ഈ കണ്ടുകൊണ്ടിരിക്കുന്നവരോട് ഇപ്പൊ ഞാൻ ഈ ചെല്ലാൻ പോകുന്ന ഈ ദിക്ർ നമ്മൾ ചൊല്ലിയിട്ട് എന്ത് റബ്ബിനോട് ചോദിച്ചാലും അല്ലാഹു നമുക്ക് ഉത്തരം തരും. അല്ലാഹു നമ്മളെ കൈവിടൂല. അല്ലാഹു തആല നമ്മളെ ഒരിക്കലും അല്ലാഹു നമ്മളെ ഖായിബാക്കൂല. അതുകൊണ്ട് നല്ല നീയത്തും നല്ല മനസ്സും വെച്ചുകൊണ്ട് നമ്മളൊക്കെ ആത്മാർത്ഥപരമായി അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്താൽ അള്ളാഹു നമ്മളെ തട്ടിക്കളയില്ല. അള്ളാഹു നമ്മളെ സ്വീകരിക്കാതെ മടക്കൂല. അതുകൊണ്ട് എല്ലാവരും ചൊല്ലണേ. ഞാൻ ചൊല്ലിത്തരാൻ പോവാൻ, എന്റെ കൂടെ ചൊല്ല. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. എല്ലാവരും ചൊല്ല്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ طهر قلبي من النفاق وحسن فرجي من الفواحش. اللهم طهر قلبي من النفاق وحسن فرجي من الفواحش. اللهم أنت ربي لا إله إلا هو. اللهم أنت ربي لا إله إلا هو. الحمد لله الحمد لله الحمد لله الذي خلقني فسواني. اللهم حسن خلقي كما حسنت خلقي. اللهم ربنا
ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഇനി നിങ്ങൾ ആരും ഇനി ചൊല്ലാൻ നിൽക്കണ്ട. ഇനി നിങ്ങൾ മനസ്സറിഞ്ഞുകൊണ്ട് ആമീൻ പറഞ്ഞാ മതി. ഇന്ന് കൂടിയവര് ഭാഗ്യമുള്ളവരാണ്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ റബ്ബേ, കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ സന്തോഷവും സമാധാനവും തരണേ റബ്ബേ, സ്വർഗത്തിന്റെ ആനുകൂല്യം തരണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾക്ക് നിന്റെ ഈമാനിന്റെ വെളിച്ചം തരണേ റബ്ബേ. ഈ മജ്ലിസിൽ സംഗമിച്ചവരെ നീ സ്വീകരിക്കണേ അല്ലാ, അവരെ കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ നിന്റെ സ്വർഗം ഞങ്ങൾക്ക് തരണേ റബ്ബേ. അല്ലാ നിന്റെ സ്വർഗം ഞങ്ങൾക്ക് തരണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളും സങ്കടങ്ങളൊക്കെ മാറ്റണേ അല്ലാ. ഈ ദിവസം ഇതുപോലെ ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മുഅ്മിനുകൾ എല്ലാവരുടെ സങ്കടങ്ങളും നീ മാറ്റണേ അല്ലാ. എല്ലാവരുടെ ദുഃഖങ്ങളും മാറ്റണേ അല്ലാ. എല്ലാവരുടെ ആപലാദികളും മാറ്റണേ അല്ലാ. ഈ മജ്ലിസിൽ സംഗമിച്ച എല്ലാവരെയും നീ സ്വീകരിക്കണേ റബ്ബേ. കമന്റിലൂടെ ദുആ ചെയ്യാൻ പറയുന്നവര് അവരെ മുഴുവനും നീ സ്വീകരിക്കണേ റബ്ബേ. ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ രോഗികളാണ്. അല്ലാഹുവേ നീ അവരുടെ രോഗങ്ങൾക്ക് ശമനം കൊടുക്കണേ അല്ലാ. സന്തോഷം നിറച്ചു കൊടുക്കണേ അല്ലാ. ആനന്ദം നിറയ്ക്കണേ അല്ലാ. പടച്ച റബ്ബേ നീയാണ് ഞങ്ങൾക്കെല്ലാത്തിനുമുള്ളത്. നിന്റെ അല്ലാ നിന്റെ കൃപയല്ലാതെ, നിന്റെ സന്തോഷമല്ലാതെ, നിന്റെ ആനുകൂല്യമല്ലാതെ ഒന്നും ഞങ്ങൾക്കില്ല റബ്ബേ. ഒരു കാര്യവും ഞങ്ങൾക്കില്ല റബ്ബേ. അല്ലാഹുവേ ഇന്നകതയുണ്ട്. ആ മഹത്വം മനസ്സിലാക്കി ഞങ്ങൾ ഈ പകലിൽ ഒരുമിച്ച് കൂടിയതാണ് അല്ലാ. ഞങ്ങളെ നീ തട്ടല്ലേ റബ്ബേ, ഞങ്ങളെ നീ ഖായിബാക്കല്ല അല്ലാ. പടച്ച റബ്ബേ ഞങ്ങൾ എത്രയോ കാര്യങ്ങൾ നിന്റെ മുമ്പിലേക്ക് നീട്ടുമ്പോഴും ഞങ്ങളെ കൈവടിയുന്നില്ലല്ലോ റബ്ബേ. ഞങ്ങളെ നീ തട്ടുന്നില്ലല്ലോ റബ്ബേ. എത്ര തെറ്റുകൾ ചെയ്തവരാണ്, എത്ര കുറ്റങ്ങൾ ചെയ്തവരാണ്. എന്നിട്ട് പോലും ഞങ്ങൾ ചോദിക്കുമ്പോ ഞങ്ങൾക്ക് തരുന്ന റബ്ബേ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നീ തരുന്നവനാണ്, ഞങ്ങളുടെ ആഗ്രഹങ്ങൾ അറിയുന്നവനാണ് അല്ലാ. നീ ഞങ്ങളെ ഖായിബാക്കല്ല റബ്ബേ. അല്ലാഹുവേ അല്ലാഹുവേ നിന്റെ പരിശുദ്ധമായ വഴിയിൽ സന്തോഷത്തോടുകൂടി കടന്നു പോകാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. നീ തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ച റബ്ബേ ഈ സമയത്താരെല്ലാമാണ് സമയം കണ്ടുപിടിച്ചത്, ഒരുമിച്ച് കൂടിയത്, ആഗ്രഹങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നീയത്ത് ചെയ്യുന്നത്, അവരുടെ പനികൾ മാറ്റിക്കൊടുക്കണേ അല്ലാ. അവരുടെ ബുദ്ധിമുട്ടുകളെ മാറ്റണേ അല്ലാ. ഞങ്ങളുടെ ദുആയെ നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين.